ഒരു ടീമിൽ നിന്നുകൊണ്ട് വേറൊരു ടീമിനെ പൊക്കി പറയാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത്. വെറുതെ ചെൽസിയിൽ നിൽക്കുന്ന സമയത്ത് റയൽ മാഡ്രിഡിനെ ഒന്ന് പൊക്കി പറഞ്ഞത്. അപ്പോൾ 2 മാച്ച് ബാൻ കിട്ടി. ചെൽസിക്ക് ഇപ്പോൾ നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് FA കപ്പിലെ ക്വാർട്ടർ ഫൈനലാണ്. പോർട്ട് വാലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിനെതിരെയാണ്. ആ ഒരു ടീമിനെതിരെയുള്ള ആ ഒരു ടീമിനെതിരെ മാച്ചിന് മുമ്പുള്ള ഒരു പ്രസ് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞ കാര്യമാണ്, എൻസോ ഫെർണാണ്ടസിന് ഞങ്ങൾ 2 മാച്ച് ബാൻ കൊടുക്കാണ്, വേറെ ഒന്നുമല്ല റയൽ മാഡ്രിഡിനെ പൊക്കി പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല പുള്ളി പറഞ്ഞത് ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ്, ഒരു ലൈൻ ക്രോസ് ചെയ്തു. എൻസോ ഫെർണാണ്ടസിനെതിരെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അഗെയിൻസ്റ്റ് ബാഡ് വേർഡ്സ് ഒന്നും പുള്ളി യൂസ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ പുള്ളി ആ ഒരു ലൈൻ ക്രോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റും ടീമും എൻസോ ഫെർണാണ്ടസിന് 2 മാച്ച് ബാൻ കൊടുക്കാനാണ് പ്ലാൻ ഉള്ളത്. എൻസോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത് ചെൽസിയുടെ ക്യാപ്റ്റനാണ്. ആക്ച്വലി അയാളെയാണ് 2 മാച്ച് ബാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻസോ ഫെർണാണ്ടസിൻ്റെ ഏജൻറ്റ് ഇതിന് റിയാക്ട് ചെയ്തത് ആക്ച്വലി മാഡ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റിയെയാണ് പറഞ്ഞത്, റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിനെ അല്ല എന്നുള്ളത്. എനിക്കറിയില്ല, എനിക്കങ്ങനെ ഒരു വേറൊരു ടീമിനെ പൊക്കി പറഞ്ഞത് കൊണ്ട് ഒരു പ്ലെയറിന് ബാൻ കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കൊട്ടും ആക്സെപ്റ്റബിൾ അല്ല. ടു ബി ഫ്രാങ്ക്, എനിക്കൊട്ടും ആക്സെപ്റ്റബിൾ അല്ല. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. സോ ഇപ്പോൾ റോഡ്രി ഇതിൻ്റെ മുമ്പ് റയൽ മാഡ്രിഡിനെ കുറിച്ച് എന്തോ കമൻറ്റ്സ് പറഞ്ഞു, എൻസോ ഫെർണാണ്ടസ് എന്തോ കമൻറ്റ്സ് പറഞ്ഞു. റയൽ മാഡ്രിഡിലോട്ട് വരണം എന്നുള്ളത് ഏതൊരു പ്ലെയറിൻ്റെയും ആഗ്രഹമാണ്, ഡ്രീമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ ഇതുപോലത്തെ കോണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. താങ്ക് യു സോ മച്ച്.